അല്ല, ഞാൻ ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല. സൂര്യൻ്റെ കാശ് കൊണ്ടും സ്റ്റാറ്റസ് കണ്ട് നീ ഇവിടെ നിന്നാൽ പഴയത് കൂടുതലും അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞതാ. പിന്നെ ഒരു വിധത്തിൽ നീ ഹെൽപ്ലെസ് ആണെന്ന് എനിക്കറിയാം. സൂര്യ ചോദിച്ച പണം നിന്റെ കയ്യിൽ എടുക്കാനില്ലാഞ്ഞിട്ടാണ് നീ ഇവിടെ നിൽക്കുന്നതെന്ന് അറിയാം. ഓ കഷ്ടം തന്നെ. ഒരു പെണ്ണിനെയും നിന്റെ വിധി വരരുത്. എനിക്ക് നിന്നോട് നല്ല സിമ്പതിയുണ്ട്. ഞാനത് പറയാനാ നിന്നെ കാണാൻ വന്നത്. വൈഗമോൾ ഇപ്പോഴും നിന്നെ സഹായിക്കാൻ തയ്യാറാണ്. സൗരവിൻ്റെ കടം വീട്ടാനുള്ളതും അതിൽ കൂടുതലും വൈഗമോൾ നിനക്ക് തരും. നിനക്കതുകൊണ്ട് നല്ല സുഖസുന്ദരമായി ജീവിക്കാം. ഇനി അഥവാ നീ ഇപ്പോൾ പോകാൻ തയ്യാറായെങ്കിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറച്ചു കഴിഞ്ഞാൽ സൂര്യ വൈഗമോളെ ഇങ്ങോട്ട് കൊണ്ടുവരും. ഇപ്പോൾ കെട്ടിലമ്മയെ വാഴിച്ചിട്ട് പിന്നീട് അവൻ നിന്നെ പുറംകാലം കൊണ്ട് ചവിട്ടി പുറത്താക്കും. അതിലും വലിയ നാണക്കേട് വേറെ ഉണ്ടോ? നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ വൈഗമോളോട് നിനക്ക് ക്യാഷ് തരാൻ പറയട്ടെ? മാലിനി വർമ്മ ഒന്ന് നിവർന്നിരുന്നു. ഞങ്ങളുടെ അത്രയും സ്റ്റാറ്റസ് നിനക്കില്ലെങ്കിലും നീയും ഒരു പെണ്ണാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിന് നിന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. ക്യാഷ് വാങ്ങിച്ചുകൊണ്ട് പോയാൽ പിന്നെ സൂര്യയുടെയും വൈകിയുടെയും ജീവിതത്തിലേക്ക് പിന്നെ നീ എത്തി നോക്കാൻ പാടില്ല. നിന്നെക്കൊണ്ടൊരു ശല്യം അവർക്കുണ്ടാകരുത്. സൂര്യയുടെ കണ്ണെത്തുന്നിടത്ത് നിന്ന് അകന്ന് ജീവിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നിനക്ക് ക്യാഷ് തന്നിട്ട് അതിൻ്റെ നന്ദി കാണിച്ചില്ലെങ്കിൽ വൈഗമോൾക്ക് ദേഷ്യം വരും. അതുണ്ടാകാതെ നോക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ്. സൗരവിൻ്റെ വാശിയുടെ പുറത്താണ് നീ ഇവിടെ വന്നതെങ്കിലും അത് വൈഗമോൾക്കൊരു വേദനയായിട്ടുണ്ട്. നിന്നോട് ഞാൻ അത് പ്രത്യേകം പറഞ്ഞു തരണ്ടല്ലോ. തൻ്റെ പുരുഷന് മറ്റൊരു സ്ത്രീ വെറും പേരിനാണെങ്കിലും സ്വന്തമാക്കുന്നത് ആർക്കും ഇഷ്ടപ്പെടില്ല. അപ്പോഴും നിശബ്ദയായി തന്നെ നോക്കി നിൽക്കുന്ന അവളെ കണ്ട് മാലിനി വർമ്മയുടെ നെറ്റി ചുളിഞ്ഞു. നിന്റെ വായിൽ എന്താ പെണ്ണെ പഴമാണോ? ഞാൻ ചോദിച്ചതിന് മറുപടി പറയും. എന്താ വൈഗമോൾ അത്രയും പണം തരില്ലെന്നാണോ നീ വിചാരിക്കുന്നത്? വൈഗമോൾ നിന്നെപ്പോലെയൊന്നുമല്ല. നല്ല ക്യാഷ് കൊണ്ട് വളർന്നവളാ. അതുകൊണ്ട് യാതൊരു ആർത്തിയുമില്ല. ഞാൻ പറഞ്ഞില്ലേ, നീ അർഹിക്കുന്നതും കൂടുതൽ അവൾ തരും. ഈ കണക്കിന് ആ ക്യാഷ് കാണുമ്പോൾ നീ ബോധം കെട്ട് വീഴുമല്ലോ പെണ്ണെ. നിലയുടെ മുഖം രൂക്ഷമാകുന്നതും കണ്ണുകളിൽ അഗ്നി ജ്വലിക്കുന്നു അറിയാതെ മാലിനി വർമ്മ പറഞ്ഞു. അവൾ പെട്ടെന്ന് അവരുടെ നേരെ കൈ ചൂണ്ടി. ഇറങ്ങ്. മാലിനി വർമ്മ അമ്പരന്നു പോയി. അവർ അവിശ്വസനീയതയോടെ അവളെ നോക്കി. എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങാനാ പറഞ്ഞത്? ഇത് എൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെ റൂമാണ്. കണ്ട അലവലാദികൾക്ക് അതിക്രമിച്ച് കയറാനുള്ള ഇടമല്ല. ആദ്യത്തെ ഞെട്ടൽ കഴിഞ്ഞതും മാലിനി വർമ്മ ചാടി എഴുന്നേറ്റു. എടി, നീ എന്താടി പറഞ്ഞത്? നീ ആരോടാണ് സംസാരിക്കുന്നത് എന്നുള്ള ബോധമുണ്ടോ നിനക്ക്? നല്ല ബോധമുണ്ട്. കാശിനും സമ്പത്തിനും വേണ്ടി മറ്റുള്ളവരെ ഒരു കരുണയുമില്ലാതെ ചതിക്കുന്ന ഒരു വൃത്തികെട്ട സ്ത്രീയോട് തെരുവിൽ ശരീരം വിറ്റി നടക്കുന്ന പേശികൾക്കുണ്ടാവും നിങ്ങളെക്കാളും അന്തസ്സ്. എന്തു പറഞ്ഞടി? അവൾ പറഞ്ഞത് സഹിക്കാനാവാതെ മാലിനി വർമ്മ ശക്തിയിൽ അവളുടെ മുഖത്തിന് നേരെ കൈവീശി. തൻ്റെ നേർക്ക് മാലിനി വർമ്മയുടെ കൈ ഉയർന്നതും നില അതിൽ പിടിച്ച് ശക്തിയായി താഴ്ത്തി. അവരത് പ്രതീക്ഷിച്ചില്ലെന്ന് തോന്നി. നീ എൻ്റെ കൈ തടയാനായോ? നിന്നെ ഞാൻ... വീണ്ടും മാലിനി കൈ പൊക്കിയത് നില അവരുടെ നേരെ തൻ്റെ വിരൽ ചൂണ്ടി. ഇനി നിങ്ങളെങ്ങാനും എൻ്റെ നേരെ കൈപ്പൊക്കിയാൽ 100% നിങ്ങളുടെ കവിൾ രണ്ടും ഞാൻ അടിച്ചു പൊട്ടിക്കും. നിങ്ങളെ ഞാൻ തല്ലാത്ത നിങ്ങളോടുള്ള ബഹുമാനം കൊണ്ടൊന്നുമല്ല. എനിക്ക് നിങ്ങളോട് അറപ്പാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്രയും തരം താഴ്ന്നൊരു സ്ത്രീയാണ് നിങ്ങൾ. നിങ്ങൾ എനിക്കെതിരെ കോടതിയിൽ പറഞ്ഞ അപവാദങ്ങളൊന്നും ഞാൻ മറന്നിട്ടില്ല. എന്നിട്ടും ഞാൻ സ്വയം നിയന്ത്രിക്കുകയാണ്. പക്ഷേ ഇനി എന്നെ പ്രകോപിപ്പിച്ചാൽ നിങ്ങളുടെ പ്രായം കൂടി ഞാനങ്ങ് മറക്കും. ഒന്നും നോക്കാനില്ലാത്തവളായി നീലാദ്രി. ഞാനെന്ത് വേദനയും സഹിക്കും. പക്ഷേ അപമാനം സഹിക്കില്ല. ഒരിക്കൽ നിങ്ങളെപ്പോലുള്ള കുറേ വൃത്തികെട്ട ആളുകൾ കാരണം മരണം തിരഞ്ഞെടുത്തവളാ ഞാൻ. എന്നിട്ട് അതിൽ നിന്ന് കരകയറി വന്നവളാ എനിക്ക് ഇനി ഒന്നിനെയും പേടിയില്ല. അതുകൊണ്ട് മിസ്സസ് മാലിനി വർമ്മ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകാൻ നോക്ക്. ഒരു സെക്കൻഡിൽ കൂടുതൽ നിങ്ങളെ ഇവിടെ നിൽക്കരുത്. നിന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ കവിളടിച്ച് ഞാൻ പൊട്ടിക്കും. നീലയുടെ മുഖത്ത് ആ സമയത്ത് ഒരു രൗദ്രഭാവമായിരുന്നു. ആ കണ്ണോളിലേക്ക് നോക്കി നിൽക്കുമ്പോൾ മാലിനി വർമ്മയ്ക്ക് ഭയം തോന്നി. അവൾ പറഞ്ഞ പോലെ തന്നെ ചെയ്യുമെന്ന് അവർ ഭയന്നു. മുഖം കുനിച്ചാണ് മാലിനി വർമ്മ ആ മുറിയിൽ നിന്ന് ഇറങ്ങിയത്. നിങ്ങൾ അവിടെ ഒന്ന് നിന്നേ. എനിക്ക് 1-2 കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. പിടിച്ചു കെട്ടിയതുപോലെ അവരവിടെ നിന്നു. 1. എൻ്റെ അനുവാദം കൂടാതെ ഇനി ഞങ്ങളുടെ റൂമിലോ ഈ പരിസരത്തോ നിങ്ങളെ കാണാൻ പാടില്ല. 2. നില വിരൽ മടക്കി. സൗര്യ മഹാദേവ് എൻ്റെ ഹസ്ബൻഡാണ്. അദ്ദേഹം പണ്ട് ആരെയെങ്കിലും പ്രേമിച്ചിരുന്നോ ഇല്ലയോ അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ഇപ്പോൾ ആ പുരുഷന് അവകാശം ഞാൻ മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ ആ വൈകിയുടെ പേരും പറഞ്ഞ് എൻ്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറേണ്ട. ഒരു വൈകിക്കും സൗര്യ മഹാദേവിന് വിട്ടുകൊടുക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അവളുടെ പണമൊക്കെ അവളുടെ കയ്യിൽ തന്നെ വെച്ചേക്കാൻ പറയൂ. പണത്തിനോടും സൗഭാഗ്യങ്ങളോടും നിങ്ങൾക്കും അവൾക്കുമുള്ള ആർത്തിയൊന്നും എനിക്കില്ല. അവൾ എൻ്റെ ഭർത്താവിനെ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പണം കണ്ടിട്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ വേഷം കെട്ടൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല. അവൾ ഇങ്ങോട്ട് വന്നാൽ ചൂലെടുത്ത് അവളുടെ മുഖത്തടിക്കും ഞാൻ. ബാക്കി നിങ്ങൾക്കും കിട്ടും. നീലയുടെ സംസാരം കേട്ട് മാലിനിയുടെ മുഖം വീണ്ടും വിളറി.
അപ്പോൾ ഞാൻ പറഞ്ഞത് ഓർമ്മ വേണം. എൻ്റെ അനുവാദമില്ലാതെ എങ്ങനെ ഈ ബെഡ്റൂമിൽ പ്രവേശിക്കുകയോ നേരത്തേതുപോലെ നിങ്ങളുടെ വൃത്തികെട്ട നാക്കെടുത്ത് വളയ്ക്കുകയോ ചെയ്താൽ എൻ്റെ കൈയുടെ ചൂട് നിങ്ങളറിയും. എന്നാൽ പിന്നെ ചെറിയമ്മ ചെല്ല്. നീലയുടെ സംസാരം കേട്ട് മാലിനി വർമ്മ ആകെ ഇല്ലാതായിപ്പോയി. അവർക്ക് ആ സമയത്ത് വല്ലാത്ത പക തോന്നി, അവളോട് കൊല്ലാനുള്ള പക. മാലിനി വർമ്മ കൺമുന്നിൽ നിന്ന് പോയതും നില വാതിൽ ചേർത്തടച്ചു. പിന്നെ തളർച്ചയോടെ ബെഡിലേക്ക് ഇരുന്നു. എന്തൊക്കെയാണ് താൻ അവരോട് വിളിച്ചു പറഞ്ഞത്? സൗരവ് മഹാദേവ് തൻ്റെ മാത്രമാണെന്നോ? ഒരിക്കലും താൻ അയാളെ ആർക്കും വിട്ടുകൊടുക്കില്ലെന്നോ? എന്തിനാണ് അങ്ങനെയെല്ലാം പറഞ്ഞത്? ഇന്നോ നാളെയോ ഇവിടെ നിന്ന് പോകാതിരിക്കുന്ന താൻ എന്തിനാണ് അവരോട് അങ്ങനെയെല്ലാം സംസാരിച്ചത്? വെറുതെ ജയിക്കാൻ വേണ്ടി മാത്രമാണോ? അല്ലെങ്കിൽ സൗരവ് മഹാദേവിനെ താൻ ആഗ്രഹിക്കുന്നുണ്ടോ? എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടും സൗരവ് മഹാദേവിൻ്റെ പേര് മറ്റൊരു സ്ത്രീയുടെ കൂടെ ചേർത്ത് വെക്കുമ്പോൾ തനിക്ക് ഇത്ര ദേഷ്യം വരുന്നത് എന്തുകൊണ്ടാണ്? താനിപ്പോൾ ഇവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണോ? ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ആളുടെ ജീവിതത്തിലേക്ക് മറ്റൊരാൾ വന്നാൽ തനിക്ക് വേദനിക്കില്ലേ? നിലയ്ക്കൊരു എത്തും പിടിയും കിട്ടിയില്ല. മാലിനി വർമ്മയുടെ വാക്കുകൾ കൂരമ്പ് പോലെ അവളുടെ നെഞ്ചിൽ മുഴങ്ങി. അവളോടുള്ള ഒരു വാശിയുടെ പേരിൽ മാത്രം നിന്നെ അവൻ കല്യാണം കഴിച്ച എന്നേ ഉള്ളൂ. അല്ല, അവനെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ. വൈകമോളും നീയും കൂടി നിന്നാൽ പട്ടുനൂലിൻ്റെ കൂടെ വാഴുന്നവര് ഇരിക്കുന്ന പോലെയല്ലേ തോന്നുകയുള്ളൂ. സൗരവിന് എന്തെങ്കിലും ഒരു അട്രാക്ഷൻ നിന്നോട് തോന്നുമോ? നിറവും ഭംഗിയും ഒക്കെ നിനക്ക് കമ്മിയല്ലേ? വിവാഹം മുതൽ തുടരുന്ന അപമാനം നിലയ്ക്ക് സഹിക്കാനാവാത്ത സങ്കടം തോന്നി. അവർ പറഞ്ഞതുപോലെ ദിനം പ്രതി സുന്ദരികളായ ഒരുപാട് സ്ത്രീകളെ കാണുന്ന സൗരവ് മഹാദേവിന് തന്നെപ്പോലെ ഒരു സാധാരണക്കാരിയോട് എന്ത് തോന്നാനാണ്? ആ വൈകിയുടെയൊക്കെ അപ്സരസുകൾ തോൽക്കുന്ന രൂപത്തിന് മുന്നിൽ താൻ ആരാണ്? വൈഗ സൗരവ് മഹാദേവ് ഒരിക്കൽ പ്രേമിച്ച അതിസുന്ദരിയായ സ്ത്രീ. അല്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ അതാണ് സൗന്ദര്യം. നന്നേ വെളുത്ത നിറമുള്ള ഷോക്കേസിൽ അലങ്കരിക്കുന്ന പാവുകളുടെ ആകാരവടിവുള്ള അതീവ ഗ്ലാമറസായ വെള്ളാരം കണ്ടുള്ള വൈഗ ഇപ്പോഴും അവളോട് അട്രാക്ഷൻ ഇല്ലാതിരിക്കാൻ കാരണങ്ങളൊന്നുമില്ല. തന്നെപ്പോലെ ഒരു സാധാരണക്കാരി സൗരവിനെ ആകർഷിക്കുന്നത് എങ്ങനെ? ആൾക്ക് തന്നോട് മോഹം തോന്നാൻ യാതൊരു വഴിയുമില്ല. എന്നിട്ടും പ്രണയപരവശനായതുപോലെ തന്നോട് സംസാരിക്കുന്നു, കളിവാക്കുകൾ പറയുന്നു. ചിലപ്പോഴൊക്കെ ആ മുഖത്തേക്ക് നോക്കാനാവാത്ത വിധം ഓരോന്ന് പറഞ്ഞ് തന്നെ ലജ്ജിപ്പിക്കുന്നു. ഇതൊക്കെ എന്തിനാണ്? സൗരവ് മഹാദേവ് തന്നെ പരിഹസിക്കുകയാണോ? അല്ലെങ്കിൽ വാശിയോ? കഴിഞ്ഞൊടിച്ചപ്പോൾ തന്നെ അനുസരണയോടെ പിന്നാലെ ചെല്ലാതിരുന്ന പെണ്ണിനോടുള്ള വാശി. മാലിനി വർമ്മ പറഞ്ഞ പോലെ കൗതുകം തീർന്നാൽ ഒരു കളിപ്പാട്ടം കണക്ക് തന്നെ വലിച്ചെറിയുമോ? അതിനു വേണ്ടിയാണോ പിടിച്ചു വെച്ചിരിക്കുന്നത്? തനിക്ക് ആ ജീവിതത്തിൽ കടന്നു കയറുമെന്ന് ഒട്ടുമേ ആഗ്രഹമില്ലല്ലോ. ഇത്രയേറെ അപമാനങ്ങൾക്ക് എറിഞ്ഞു കൊടുത്തതിന് ശേഷം വീണ്ടും തൻ്റെ വേദന കാണാൻ ആൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇപ്പോൾ തന്നെ ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ അതിൽ പങ്കെടുക്കുമെന്ന് താൻ ഒട്ടുമേ ആഗ്രഹിക്കുന്നില്ല. കാരണം ചടങ്ങിനെത്തുന്ന സൗരവ് മഹാദേവിൻ്റെ റിലേറ്റീവ്സ് എല്ലാം തന്നെയും വൈകിയും തമ്മിൽ കമ്പയർ ചെയ്യും. സൗരവിനുണ്ടായ ഭാഗ്യക്കേടിനെ പറ്റി ചർച്ച ചെയ്യും. വീണ്ടും എല്ലാവർക്കും മുന്നിൽ താൻ അപമാനിതയാകും. നിലയുടെ കണ്ണുകൾ അനിയന്ത്രിതമായി നിറഞ്ഞു തൂവി. അപകർഷതയും വേദനയും കൊണ്ട് അവൾക്ക് കരച്ചിൽ വന്നു. നില കരയുക തന്നെ ചെയ്തു. കുറച്ചു സമയത്തേക്ക് അവളുടെ മിഴികൾ പൊട്ടിയൊഴുകി. എന്ത് തീരുമാനം എടുക്കണമെന്ന് അവൾക്ക് മനസ്സിലായതേയില്ല. ആരോ കൈവിട്ട് ആകാശത്തിൽ പറക്കുന്ന പട്ടം പോലെ നിലയുടെ മനസ്സ് അങ്ങനെ ചിന്തകളിൽ പെട്ട് ഒലിഞ്ഞുകൊണ്ടിരുന്നു. കുറച്ചു സമയം കടന്നുപോയി. വാതിലിൽ ഒരു മുട്ടുകേട്ട് അവൾ ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. നില, വാട്ട് ആർ യു ഡൂയിങ് ദർ? അത് സൗരവിൻ്റെ ശബ്ദമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. നില വേഗം തന്നെ സാരിത്തുമ്പ് കൊണ്ട് കണ്ണും മുഖവും തുടച്ചു. പിന്നെ സാവധാനം ചെന്ന് വാതിൽ തുറന്നു. സൗരവ് മനോഹരമായ ഒരു കസവും മുണ്ടും ഷർട്ടുമാണ് ധരിച്ചിരിക്കുന്നത്. പൂജയ്ക്ക് വേണ്ടി ഒരുങ്ങിയതാണെന്ന് വ്യക്തം. ആ വേഷത്തിൽ അവൻ അതിസുന്ദരനാണെന്ന് അവൾക്ക് തോന്നി. വല്ലാത്തൊരു അപകർഷത തോന്നിയതിനാലാവും അവനെ നോക്കാതെ അവൾ മുഖം കുനിച്ചു. സൗരവ് നിലയെ തന്നെ ശ്രദ്ധിക്കുമായിരുന്നു. നേരത്തെ കണ്ട പെണ്ണല്ല. കലങ്ങിയ കണ്ണുകളും ഉലഞ്ഞ മുടിയും. അവൻ്റെ പുരുകൻ ചുളിഞ്ഞു. എന്തു പറ്റുന്നില്ല? താൻ കരഞ്ഞു? ആർദ്രമായിരുന്നു ആ സ്വരം. നില അവൻ്റെ നേരെ നോക്കാനാവാതെ വിഷമിച്ചു നിന്നു. ഇല്ല, നില തണുത്ത സ്വരത്തിൽ പറഞ്ഞു. അത് വെറുതെ. തൻ്റെ മുഖമൊക്കെ ആകെ വല്ലാതിരിക്കുന്നു. എന്തു പറ്റി നില? ഇനി എന്ത് പറ്റാനാണ്? നിങ്ങളെ കണ്ടുമുട്ടുന്നതുവരെ ഒന്നുമില്ലായ്മയിലും ജീവിതത്തിൽ സമാധാനമുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം എൻ്റെ മനസ്സമാധാനം നഷ്ടപ്പെട്ടു. ആത്മാഭിമാനം നഷ്ടപ്പെട്ടു. എനിക്ക് തീരെ ഇഷ്ടമില്ലാതെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഓരോ നിമിഷവും എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് അതിൻ്റെ പേരിൽ ഹേർട്ടാവുന്നുണ്ട്. നിങ്ങളുടെ അഹങ്കാരം സംരക്ഷിക്കാൻ വേണ്ടി, അതിനുവേണ്ടി മാത്രമാണ് നിങ്ങൾ എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. നിങ്ങൾ വിളിച്ചപ്പോൾ വാലാട്ടി ഞാൻ കൂടെ വന്നില്ലല്ലോ, അതിൻ്റെ ചൊരുക്ക് തീർക്കാൻ. തൻ്റെ മനസ്സിൽ തോന്നിയ ദേഷ്യം ഫ്രസ്ട്രേഷനും എല്ലാ നില സൗരവിനു നേരെ തീർത്തു. ഏറെ പ്രാരാബ്ദങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അന്തസ്സോടെ ജീവിച്ചവളായിരുന്നു ഈ നീലാദ്രി. അർഹതയില്ലാത്തതൊന്നും തന്നെ ജീവിതത്തിൽ ആഗ്രഹിച്ചിട്ടുമില്ല. എന്നിട്ടും എനിക്ക് ഈ ഗതി വന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ കയ്യിൽ കുറച്ച് പണമുണ്ടായിരുന്നെങ്കിൽ അത് ഞാൻ നിങ്ങളുടെ മുഖത്ത് വലിച്ചെറിഞ്ഞു തന്നേനെ. എന്നിട്ട് അന്തസ്സായി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയേനെ. എനിക്കറിയാം, ആരുമില്ലാത്തവളായതുകൊണ്ടാണ് എല്ലാവരും എങ്ങനെയിട്ട് ചവിട്ടുന്നത്
എനിക്കറിയാം, ആരുമില്ലാത്തവളായതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ ഇട്ട് ചവിട്ടുന്നത്. പാവപ്പെട്ടവളായതുകൊണ്ട് സ്വന്തമായി ഇഷ്ടം പാടില്ല, അഭിമാനവും പാടില്ല. നിങ്ങളുടെ താളത്തിന് ഒത്തു തുള്ളിയേ പറ്റൂ. അവസാനത്തെ വാചകങ്ങളിൽ നിലയിടറിപ്പോയി. താൻ അനുഭവിച്ച സമ്മർദ്ദങ്ങൾ ഓർത്തപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഇതെല്ലാം തൻ്റെ തെറ്റിദ്ധാരണയാണ് നില. തന്നോട് എനിക്ക് സ്നേഹവും ബഹുമാനം മാത്രമേ ഉള്ളൂ. എൻ്റെ കൂടെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് തൻ്റെ സെൽഫ് റെസ്പെക്റ്റ് മുറിപ്പെടുന്നത്? സൗരവ് തല്ലൊരു നിരാശയോടെ ചോദിച്ചു. കാരണം നിങ്ങൾ എനിക്ക് നമ്മുടെ വിവാഹത്തിന് ശേഷം ഒരു വിലയും തന്നിട്ടില്ല. ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് പറഞ്ഞതാണ്, നമ്മുടെ വിവാഹ വാർത്ത പുറത്തറിഞ്ഞതിൽ എനിക്ക് യാതൊരു പങ്കുമില്ലെന്ന്, എന്നെ ഇൻസൾട്ട് ചെയ്യരുതെന്ന്. എന്നിട്ട് കേട്ടോ നിങ്ങൾ? മാത്രമല്ല, അന്ന് നീലാതിരി നിങ്ങളുടെ ഭാര്യയാണെന്ന് പറയാൻ നിങ്ങൾക്ക് വലിയ മാനക്കേടായിരുന്നല്ലോ. എന്നിട്ടിപ്പോൾ എന്തുപറ്റി സാർ? ഇപ്പോൾ ഞാൻ പഴയതുപോലെ തന്നെയാണ്. പണമില്ല, നിങ്ങളെപ്പോലെ ബന്ധുബലമോ തറവാട്ട് മഹിമയോ ഇല്ല. എന്തിന്, സ്വന്തമായി അഡ്രസ്സ് പോലുമില്ല. എന്നിട്ട് അന്നില്ലാത്ത താല്പര്യം നിങ്ങൾക്ക് എങ്ങനെയാണ് വന്നത്? നില, നിന്റെ കാര്യത്തിൽ ഞാൻ തെറ്റ് ചെയ്തില്ല എന്ന് പറയുന്നില്ല. നിന്നോട് ചെയ്തതൊക്കെ തെറ്റായിരുന്നു. അതിന് നിന്റെ കാല് പിടിച്ച് മാപ്പ് പറയാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ ഒന്ന് വിശ്വസിക്കണം മോളെ, നിന്നെ അങ്ങനെ ആ വക്കീൽ കോർട്ടിൽ വെച്ച് അപമാനിക്കുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. സ്വപ്നത്തിൽ പോലും നിന്നെ അങ്ങനെ ഇൻസൾട്ട് ചെയ്യണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. നിന്റെ വേദന എനിക്ക് മനസ്സിലാകാഞ്ഞിട്ടില്ല, പക്ഷേ കൈവിട്ടു കളയാൻ തോന്നുന്നില്ല. അന്ന് എനിക്ക് നിന്റെ വില മനസ്സിലായിരുന്നില്ല. പക്ഷേ അത് നീ വിചാരിക്കുന്ന പോലെ നിനക്ക് പണമില്ലാത്തത് കൊണ്ടൊന്നുമല്ല. എനിക്കൊരു വിവാഹ ജീവിതത്തിൽ താല്പര്യമുണ്ടായിരുന്നില്ല. ഒരു പെണ്ണിനെ വിശ്വസിക്കാനോ സ്നേഹിക്കാനോ എനിക്ക് കഴിയുമായിരുന്നില്ല. കാരണം എൻ്റെ അനുഭവം അങ്ങനെയായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഒരിക്കൽ നിന്നോട് വിശദമായിട്ട് പറയാം. ഇപ്പോൾ നിൻ്റെ ഈ മാനസികാവസ്ഥയിൽ ഞാൻ അതൊക്കെ പറഞ്ഞാലും നീ കണക്കിലെടുക്കണമെന്നില്ല. നീ ഒരിക്കലും അനാഥയല്ലെന്നില്ല. ഇന്ന് നീ സൗരവ് മഹാദേവിൻ്റെ എല്ലാമാണ്. എൻ്റെ പ്രാണനാണ്, എൻ്റെ ഹൃദയത്തിലെ രാജകുമാരി. നിനക്ക് വേണ്ടി ജീവൻ കളയാനും ഞാൻ തയ്യാറാണ്. അപ്പോൾ നീ എങ്ങനെ അനാഥയാകും മോളെ? നില ഒന്നും മിണ്ടിയില്ല. തൻ്റെ നിറഞ്ഞ കണ്ണുകൾ സൗരവ് കാണാതിരിക്കാൻ അവൾ മുഖം തിരിച്ചു. പക്ഷേ അവൻ പെട്ടെന്ന് അവളുടെ തോളിൽ പിടിച്ച് തൻ്റെ നേർക്ക് കൊണ്ടുവന്നു. പിന്നെ ആ കവിളിൽ കൈവച്ചു. ഇപ്പോൾ എന്തു പറ്റുന്നില്ല? താനിങ്ങനെ ഹേർട്ടാവാൻ? രാവിലെ കുറച്ചുകൂടി ഓക്കെ ആയിരുന്നല്ലോ. തന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? താൻ സത്യം പറയും. തന്നെ ആരും വേദനിപ്പിക്കുന്നത് എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമില്ല. എന്താണ് ഉണ്ടായതെന്ന് വെച്ചാൽ പറയും. ഒന്നുമില്ല സാർ, പൊയ്ക്കോളൂ, ഞാൻ ഓക്കെയാണ്. അവൾ പറഞ്ഞതും അവൻ്റെ കയ്യിൽ നിന്ന് പിടഞ്ഞു മാറിയതും ഒപ്പം കഴിഞ്ഞു. ഇതാണ് തൻ്റെ കുഴപ്പമൊന്നുമില്ല. താൻ ഒട്ടുമേ എന്നെ വിശ്വസിക്കുന്നില്ല. എൻ്റെ അനുഭവം അതാണ് സാർ. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും. ഇവിടെ ഞാൻ ചൂടുവെള്ളത്തിൽ വീണതല്ല, നിങ്ങളെന്നെ അതിൽ മുക്കിപ്പിടിക്കുകയായിരുന്നു. നിലയുടെ ഉരുളയ്ക്ക് ഉപ്പേരി പോലുള്ള സംസാരം കേട്ട് സൗരവിന് ഒരേ സമയം സങ്കടവും ചിരിയും വന്നു. ഒപ്പം അവളുടെ വലിയ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ അവന് വാത്സല്യം തോന്നി. അവന് അനുവാദം ചോദിക്കാതെ തന്നെ അവളുടെ കുറുനിരകൾ മാടിയൊതുക്കി. തൻ്റെ ദേഷ്യം മാറാൻ ഞാനൊരു കാര്യം ചെയ്യട്ടെ? വളരെ ആർദ്രമായി കാറ്റുപോലെ സ്വരം. നില അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കാതെ മുഖം താഴ്ത്തി. എൻ്റെ നിലക്കുട്ടിക്ക് ഞാനൊരു കുഞ്ഞുമ്മ തരട്ടെ? നിലയുടെ മുഖം അവൾ അറിയാതെ തന്നെ ചുവന്നു. കണ്ണുകൾ നിറയുകയും ചെയ്തു. തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പക്ഷേ നിലയുടെ ചാഞ്ചേട്ടം ഒരു നിമിഷത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ തന്നെ ചുംബിക്കുമെന്ന് തോന്നിയ നിമിഷത്തിൽ അവൾ സൗരവിനെ പിടിച്ച് ചെറുതായി തള്ളി അവനിൽ നിന്ന് അകന്നു മാറുകയും ചെയ്തു. എന്താ നില, ഉമ്മ വേണ്ടേ? സൗരവ് സ്വതവേയുള്ള ചിരിയോട് ചോദിച്ചു. ഇന്നലെ രാത്രി നിങ്ങൾ എന്നോട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയത് മിസ്റ്റർ. നിങ്ങളെന്താ എന്നോട് പറഞ്ഞത്? ഞാൻ നിങ്ങൾക്ക് വഴങ്ങിത്തന്നാൽ എന്നെ വീട്ടിൽ വിട്ടേക്കാമെന്ന് അല്ലേ? ഇതാണോ നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹവും ബഹുമാനവും? നിങ്ങൾ വിവാഹം കഴിച്ചു കൊണ്ടുവന്നത് വേറൊരു പെണ്ണിനെയാണെങ്കിൽ അവൾക്ക് ചോദിക്കാനും പറയാനും ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവളോട് നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ പറയുമായിരുന്നു. എൻ്റെ പൊന്നുനില, അതൊക്കെ ഞാൻ അപ്പോഴത്തെ ഒരു വാശിക്ക് പറഞ്ഞതാണ്. നീ ഇങ്ങനെ എല്ലാം സീരിയസ് ആയി എടുത്താൽ എങ്ങനെയാ പെണ്ണെ? വേറൊരു പെണ്ണിനെ ആയിരുന്നെങ്കിൽ എന്ന ചോദ്യം എന്തിനാണ്? എനിക്ക് വേറൊരു പെണ്ണിനെയും വേണ്ട, സത്യമായും വേണ്ട. ഞാൻ സത്യം പറയട്ടെ നില, വേറൊരു പെണ്ണായിരുന്നെങ്കിൽ ഒരിക്കൽ എന്നോട് ഇങ്ങനെ പെരുമാറുമായിരുന്നില്ല. അവളെ കിട്ടാനായി എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടും ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ നീലാതിരി ഈസ് ഡിഫറെൻറ്റ്, അത് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഞാൻ പറഞ്ഞത് സത്യമാണ്. തലേന്നൊരു വാശിപ്പുറത്ത് അങ്ങനെ സംഭവിച്ചു പോയതാണ്. എല്ലാ വൃത്തിയോട് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് പാവത്തെ പോലെയുള്ള ഒരു നിൽപ്പും നിങ്ങൾ എന്നോട് പറഞ്ഞും ചെയ്തതും ഒന്നും ഈ ജന്മം ഞാൻ മറക്കില്ല. നീലയുടെ മൂട് മാറിയെന്ന് അവളുടെ മുഖത്തെ ഭാവം കണ്ടപ്പോൾ സൗരവിന് മനസ്സിലായി. ഇനി അവളെ അധികം പ്രകോപിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നും. താനാണെങ്കിൽ ഇവളുടെ അടുത്ത് ഇന്നലെ ദേഷ്യത്തിൻ്റെ പുറത്ത് ഓരോന്ന് കാണിക്കുകയും ചെയ്തു. അതൊക്കെ പോട്ടെ നിലക്കുട്ടി, സാരി ഉടുക്കുന്നില്ലേ? നമുക്ക് പൂജയ്ക്ക് പങ്കെടുക്കണ്ടേ? നമുക്കല്ല, നിങ്ങൾ നിങ്ങളായും ഞാൻ ഞാനായും പങ്കെടുക്കും. ഷേടാ എടോ, ഉമാമഹേശ്വരി പൂജ ചെയ്യുന്നത് നമുക്ക് വേണ്ടിയാണ്. നമ്മുടെ ദീർഘായുസിനും ദാമ്പത്യ സൗഖ്യത്തിനും വേണ്ടി. നമ്മളവിടെ അർദ്ധനാരീശ്വരനാണ്, ഇരുമയോ ഒരു ആത്മാവും. ദാമ്പത്യ സൗഖ്യം ഉണ്ടായിട്ടില്ല, ദീർഘായുസാണെങ്കിൽ വേണ്ടേ വേണ്ട. ഇങ്ങനെ നിങ്ങളുടെ മുഖം കണ്ടുകൊണ്ടിരിക്കേണ്ട.
ഇങ്ങനെ നിങ്ങളുടെ മുഖം കണ്ടുകൊണ്ടിരിക്കേണ്ട, അതിലും ഭേദം ഞാൻ വേഗം ചത്തുപോകുന്നതാ. സൗര്യനെ ദേഷ്യം പിടിപ്പിക്കാനായി കരുതി തന്നെ നീല പറഞ്ഞു. അവൾക്ക് അവൻ്റെ ചുണ്ടിലെ ചിരി ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. താൻ എന്തു പറഞ്ഞിട്ടും ഒരു കൂസലില്ലാത്ത ഭാവം. പക്ഷെ സൗര്യൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായില്ല. എനിക്ക് പക്ഷേ നിന്റെ മുഖം എന്നും കാണണമെന്നാണ്. എൻ്റെ ജീവൻ്റെ അവസാന ശ്വാസം വരയ്ക്കും എന്നുമെന്ന് നിന്റെ ഈ മനോഹരമായ മിഴികളിലൂടെ ആഴങ്ങളിലേക്ക് അരിഞ്ഞു പോകണമെന്നാണ്. ഈ പൂതോൽക്കുന്ന കൈകളാൽ ഉള്ള തലോടലേറ്റ് നിന്റെ മടിയിൽ മഴങ്ങിക്കിടക്കണമെന്നാണ്. അവൻ്റെ വാക്കുകളിൽ പ്രണയം തുടിക്കുന്നത് കണ്ട് നില അമ്പരന്നു. ആഭാര തൊലിക്കെട്ടി തന്നെ എന്തു തന്നെ പറഞ്ഞിട്ടും വല്ല കൂസലുമുണ്ടോ എന്ന് നോക്കിയേ അവൾ പിറുപിറുത്തു. പിന്നെ ദാമ്പത്യ സൗഖ്യം, അതൊക്കെ താനും ഞാനും കൂടി വിചാരിച്ചാൽ നമുക്ക് ഉണ്ടാക്കാവുന്നതേയുള്ളൂ. ഈ ദാമ്പത്യ സൗഖ്യം എന്ന് പറയുന്നത് ചുമ്മാ ഇങ്ങനെ കണ്ണിൽ കണ്ണിൽ നോക്കി നിൽക്കുന്നത് മാത്രമല്ല, വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട് ബോഡി കൊണ്ട്. നിലക്കുട്ടിക്ക് അതൊന്നും അറിയാത്തത് കൊണ്ടാ. എല്ലാം ഈ ചേട്ടൻ പഠിപ്പിച്ചു തരാം, അതിന് താൻ സമ്മതിച്ചാൽ മതി. ചേട്ടനില്ല പൊട്ടനാ, പഠിപ്പിക്കാൻ ഇങ്ങോട്ട് വാ. നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഇതുവരെ കിട്ടിയതൊന്നും പോരല്ലേ. മനുഷ്യരായ അല്പമെങ്കിലും നാണവും മനവും വേണം. അവൾ മുഖം വെട്ടിച്ചു. വെറുതെ സമയം കളയില്ല പെണ്ണെ, എല്ലാവരും അവിടെ നമ്മളെ കാത്തിരിക്കുക. പൂജയ്ക്ക് സമയമായി. എല്ലാവരുടെയും നടുവിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ഓർത്തപ്പോൾ നിലയുടെ മുഖം വിവർണമായി. മാലിനി വർമ്മയുടെ വാക്കുകൾ വീണ്ടും അവളുടെ മനസ്സിലേക്ക് വന്നു. വാ നില, നമ്മൾ സന്തോഷത്തോടെ ഒരുമിച്ച് പൂജയ്ക്ക് നിൽക്കുന്നത് എൻ്റെ ബന്ധുക്കളെല്ലാവരും കാണട്ടെ. നിങ്ങളുടെ ബന്ധുക്കൾക്ക് സന്തോഷം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ആ വൈകിയുടെ ഒപ്പം നിൽക്കുന്നതോ നല്ലത്. അവൾ എന്നെപ്പോലെയല്ലല്ലോ, നീ ചേർന്ന സുന്ദരിയല്ലേ. നിങ്ങളുടെ അമ്മയും ചെറിയമ്മ ഒക്കെ പറയുന്ന പോലെ നിങ്ങളോട് ചേർന്ന് നിൽക്കാൻ എന്തുകൊണ്ടും യോഗ്യത അവൾക്കാണ്. എന്നെ വിട്ടേക്ക്. ഞാൻ സുന്ദരിയല്ല. എല്ലാവരും പറയുന്ന പോലെ സൗര്യ മഹാദേവ് തൻ്റെ ഭാര്യ പദവി ഒരു സാധാരണക്കാരിക്ക് വെച്ച് നീട്ടിക്കൊണ്ട് അവളോട് ഔദാര്യം കാണിക്കുമായിരുന്നു. നിങ്ങളുടെ കൂടെ നിന്നാൽ മറ്റുള്ളവരുടെ പരിഹാസം കൂടി ഞാൻ കേൾക്കണം. എന്തിനാ വെറുതെ. വാക്കുകൾ ഇടറിയതും നില ചുണ്ടുകൾ കടിച്ചു പിടിച്ചു. പക്ഷേ എന്നിട്ടും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. സൗരവ് വല്ലായ്മയോടെ അവൾ നോക്കി.